ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു നട്ട്സാണ് ബദാം അല്ലെങ്കിൽ ആൽമണ്ട് എന്ന് പറയുന്നതല്ല. അപ്പോൾ ഈ ഒരു എസെൻഷ്യൽ നട്ടിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇതുപോലുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. തീർച്ചയായിട്ടും വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഈ നട്ട്സിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നട്ടാണ് ആൽമണ്ട് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു നട്ട് കൂടിയാണ് അല്ലേ. അപ്പോൾ ഇത് ഫൈബറും പ്രോട്ടീനും ഒക്കെ റിച്ച് ആയിട്ടുള്ള ഒരു എസെൻഷ്യൽ നട്ട് തന്നെയാണ് കേട്ടോ. ഈ ഒരു നട്ട്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഫാറ്റ് കൂടുതലാണെങ്കിൽ കൊളസ്ട്രോൾ കൂടാൻ സാധ്യതയില്ലേ എന്നുള്ളത്. എന്നാൽ ഇതിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ശരീരത്തിലേക്ക് ഗുഡ് കൊളസ്ട്രോൾ അഥവാ HDL നന്നായി സപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന ഒരു നട്ട്സ് കൂടിയാണ്. അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തെ ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ലിവറിന് നല്ലൊരു സപ്ലിമെൻ്റ് കൂടിയാണ് ഈ ഒരു ആൽമണ്ട് എന്ന് പറയുന്ന ഈ ഒരു നട്ട്സ്. രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാനും രക്തത്തിലേക്ക് ഷുഗറിനെ ഗ്രാജുവലി റിലീസ് ചെയ്യാനും ആൽമണ്ടിന് കഴിവുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഓർമ്മശക്തിയും കോൺസെൻട്രേഷനും കൂട്ടുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഡെയിലി ആൽമണ്ട് കഴിക്കുന്നതിൽ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നട്ട്സ് തന്നെയാണ് കേട്ടോ ഈ ആൽമണ്ട് എന്ന് പറയുന്നത്. ഇവർക്ക് പഠിക്കുന്നതൊക്കെ ഓർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു ടോപ്പിക്കിലേക്ക് കോൺസെൻട്രേഷൻ വരുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ഇതിൽ കാൽഷ്യം കണ്ടൻറ്റ് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബലം കൂട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഹാർട്ട് ഫങ്ഷൻ സ്മൂത്തായി പോകുന്നതിന് വേണ്ടിയിട്ടും LDL അഥവാ ബാഡ് കൊളസ്ട്രോൾ കുറച്ച് HDL അഥവാ ഗുഡ് കൊളസ്ട്രോൾ ത്വരിതപ്പെടുത്തുന്നതിനും അതിലൂടെ നമ്മുടെ ഹൃദയാരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നുണ്ട്. വെയ്റ്റ് മാനേജ്മെൻറ്റിന് വളരെയധികം സഹായിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ആൽമണ്ട് എന്ന് പറയുന്ന നട്ട്സ്. നമ്മൾ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നട്ട്സ് തന്നെയാണ് ആൽമണ്ട്. ഇതിൽ ഫൈബറും പ്രോട്ടീനും അല്ലെങ്കിൽ ഹെൽത്തി ഫാറ്റ്സ് ഒക്കെ നമ്മുടെ ഈ ഒരു ഓവർ ഈറ്റിംഗ് തടയുന്നുണ്ട് കേട്ടോ. ഇതിലൂടെ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുകയും നമുക്ക് എപ്പോഴും ഒരു ഫുൾ ഫീൽ, അതായത് നമ്മുടെ സ്റ്റൊമക്ക് എപ്പോഴും ഒരു ഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓവർ ഈറ്റ് ചെയ്യാതെ അതിനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി ഇതിലൂടെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നു കേട്ടോ. ഇതിൽ റിച്ച് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ സ്കിൻ ഡാമേജ് കുറച്ചിട്ട് നമുക്കൊരു ഗ്ലോയിങ് സ്കിന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതേപോലെ മറ്റൊരു ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ ന്യൂട്രിയൻസും ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഇതിൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷൻ ഹെൽത്തി ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഈ ബദാമിലുള്ള ഫൈബർ കണ്ടൻറ്റ് ഡൈജഷൻ എളുപ്പമാക്കി ഇതിലൂടെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെയും ഇത് ഒരു മോഡറേറ്റ് അളവിൽ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫോളിക് ആസിഡ് സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ഇത് എങ്ങനെയെല്ലാം കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇത് റോ ആയിട്ട് കഴിക്കുന്നത് തന്നെയാണ് കേട്ടോ. അത് നമ്മൾ കോമൺലി എല്ലാവരും കഴിക്കുന്നത് നട്ട്സൊക്കെ എപ്പോഴും നമ്മൾ റോ ആയിട്ട് തന്നെ ആയിരിക്കും കഴിക്കാറുള്ളത്. എന്നാൽ ചിലരെങ്കിലുമൊക്കെ ഇത് റോസ്റ്റ് ചെയ്ത് കഴിക്കാറുണ്ടാവും. അതേപോലെ തന്നെ ഇത് സോക്ക് ചെയ്തിട്ട് അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്തിട്ട് ആ വൈറ്റ് പോർഷൻ മാത്രമായിട്ട് കഴിക്കുന്നതൊക്കെ ഉണ്ടാവും കേട്ടോ. എപ്പോഴും ബെസ്റ്റ് എന്ന് പറയുന്നത് ബദാം അതിൻ്റെ റോ ആയിട്ട് തന്നെ കഴിക്കുന്നതാണ്. റോ മീൻസ് നട്ട്സ് ആയിട്ട് തന്നെ കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു റെക്കമെൻഡഡ് ആയിട്ടുള്ള ഡോസ് എന്ന് പറയുന്നത് ഡെയിലി ഒരു 4 to 6, അതായത് നിങ്ങൾ ഡെയിലി കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു 4 to 6 പീസസ് മാത്രമേ ഈ ഒരു നട്ട്സ് കഴിക്കാവൂ കേട്ടോ. അല്ല നിങ്ങൾ ഇടവിട്ടൊക്കെയാണ് ഓൾട്ടർനേറ്റീവ് ഡേയ്സൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ഒരു 10 എണ്ണം വരെ കഴിക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. ആൽമണ്ട് നമ്മൾ പല രൂപത്തിലും യൂസ് ചെയ്യാറുണ്ട്. പൗഡേഴ്സ് ആയിട്ടും ആൽമണ്ട് മിൽക്ക്, അതുപോലെ തന്നെ ആൽമണ്ട് ഓയിൽ, അതിൽ എഡിബിൾ ആണെങ്കിലും നമുക്ക് കഴിക്കാനും പറ്റുന്നതാണ് കേട്ടോ. ഈ ഒരു ആൽമണ്ട് ഏതൊക്കെ രൂപത്തിലാണെങ്കിലും നമ്മൾ കഴിക്കുമ്പോൾ എപ്പോഴും റോ ആയിട്ട് കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഗുണകരമെന്ന് പറയുന്നത്. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കുമ്പോൾ അതിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു നട്ട്സ് കൂടിയാണ് ഈ ആൽമണ്ട്. ഇത് കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെയിറ്റ്
വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്മൂത്തീസിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ ആൽമണ്ട് എന്ന് പറയുന്നത്. മോഡറേറ്റ് അളവിൽ കഴിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.